കേരളത്തിന്റെ വികസനത്തിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവ ഗായികയുമായ PK മേദിനിക്കായി CPI നിർമ്മിച്ചു നൽകിയ റെഡ് സല്യൂട്ട് ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുരോഗതിക്കായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പൊതു അജണ്ടയിൽ ഒന്നിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പൊതുശത്രുവിനെതിരെ യോജിച്ചുള്ള പോരാട്ടം ആവശ്യമാണെന്ന് പറഞ്ഞ അദ്ദേഹം പൊതുശത്രു ആരെന്ന് വ്യക്തമാക്കിയില്ല. ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ടുള്ള നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങളും രാഷ്ട്രീയവും ഞാൻ പറയേണ്ട കാര്യമേ ഇല്ല. കേരളത്തിൽ നമുക്ക് യോജിക്കാവുന്ന രംഗങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഭരണ പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള നിലയിൽ അവരുടേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പോകാൻ അവരെല്ലാം ബാധ്യസ്ഥരാണ്, ഭംഗിയായി നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം കേരളത്തിൻ്റെ ഒരു പൊതു അജണ്ടയെക്കുറിച്ച് ആലോചിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്ക് മുമ്പോട്ടും പുറകോട്ടും പോകാനുള്ള കാലഘട്ടം ഇനിയില്ല. നമ്മൾ കുറേ കാലം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു, പിന്നീട് വരുന്നൊരു ടേൺ പുറകോട്ടാണ് നടക്കുന്നത് എങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയല്ലാതെ ഒരിഞ്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശീഘ്രവേഗത്തിൽ പുരോഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് നമ്മളുടെ രാജ്യത്തുള്ളത്. അതാണ് സത്യം പറഞ്ഞാൽ പലതിൻ്റെയും പേരിൽ ഇപ്പോൾ പ്രക്ഷോഭണ രംഗത്ത് നിൽക്കുന്ന ആളുകളെന്നുള്ള ധാരണ കൂടി നമുക്കുണ്ടാകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വൈക്കത്ത് CPI നിർമ്മിച്ചു നൽകിയ വീടിന്റെ ആധാരം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം PK മേദിനിക്ക് കൈമാറി. മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വികസനത്തിനായി ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് സ്പീക്കർ കൂട്ടിച്ചേർത്തു.